എല്ലാവർക്കും കുടവേർ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കുടവേർ സീരീസിൻ്റെ ആദ്യത്തെ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തിരുന്നു. അതിൽ നമ്മൾ സംസാരിച്ചത് കുടവേർ എന്നാൽ എന്താണ് ആ കുടവേറിനുള്ളിൽ ഉള്ളത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഉറപ്പായും നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് തന്നെ നിങ്ങൾ ഈ രണ്ടാമത്തെ വീഡിയോ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ കുടവേർ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഭാവിയിൽ ഒരു കുടവേർ വരാതെ വളരെ ഹെൽത്തി ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഈ സീരീസ് മുഴുവനായിട്ട് കാണുക. അതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇന്നത്തെ വിഷയം, കുടവേറുമായി ബന്ധപ്പെട്ട ഇന്നത്തെ വിഷയം, ഒരു കുടവയർ ഉണ്ടാകുന്നത് എങ്ങനെയെന്നുള്ളതാണ്. സോ നമുക്ക് സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഐ ആം രാജേഷ് കെ മോഹൻ. വെൽക്കം ടു മൈ ചാനൽ. ആദ്യമായി നമുക്ക് നമ്മുടെ ബെല്ലിയുടെ സൈസ്, അത് നമ്മൾ കുടവയറുള്ള ഒരു വയറാണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളുടെ പുറകു വശത്തു കൂടി നിങ്ങളുടെ ബെല്ലി ബട്ടൻ്റെ നേരെ ഒരു ടേപ്പ് വെച്ച് അളന്നു നോക്കുക. നിങ്ങളൊരു പുരുഷനാണെങ്കിൽ 94 സെൻറ്റിമീറ്റർ അഥവാ 37 ഇഞ്ചിൽ കുറവായിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഹെൽത്തിയാണ് എന്ന് പറയാം. എന്നാൽ 102 സെൻറ്റിമീറ്റർ അഥവാ 40 ഇഞ്ചിൽ കൂടുതലാണ് നിങ്ങളുടെ ബെല്ലിയുടെ അളവ് എങ്കിൽ നിങ്ങൾ അപകടകരമായ അവസ്ഥയിലാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. സ്ത്രീകളിൽ 80 സെൻറ്റിമീറ്റർ അഥവാ 31.5 ഇഞ്ചിൽ കുറവായിരിക്കുകയാണ് എപ്പോഴും നല്ലത്. എന്നാൽ നിങ്ങൾക്ക് കിട്ടിയ അളവ് 88 സെൻറ്റിമീറ്റർ അഥവാ 35 ഇഞ്ചോ അതിൽ കൂടുതലോ ആയാൽ നിങ്ങൾ അപകടകരമായ അവസ്ഥയിലാണ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്കറിയേണ്ടത് ഇതിനുള്ള കാരണങ്ങളാണ്. Reasons for fat deposits. എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ കുടവയർ കൂടുവാനും ഉള്ള കാരണം അമിതമായ കാർബോഹൈഡ്രേറ്റിൻ്റെ ഉപയോഗമാണ്. പ്രത്യേകിച്ച് നമ്മൾ സൗത്ത് ഇന്ത്യൻസ് ധാരാളം പോളിഷ്ഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് സോഴ്സുകൾ ആശ്രയിക്കാറുണ്ട്. പ്രധാനമായിട്ടും വൈറ്റ് റൈസ് പോലുള്ള റൈസുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അമിതമായി എത്തുന്ന കാർബോഹൈഡ്രേറ്റിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജം നമ്മുടെ ശരീരം ആവശ്യത്തിൽ കൂടുതലായി കഴിയുമ്പോൾ അത് നമുക്ക് അത്രയും ഊർജ്ജം ആവശ്യമായില്ല എന്നുണ്ടെങ്കിൽ അത് ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ആവും. എല്ലാവർക്കും വളരെ വലിയൊരു തെറ്റിദ്ധാരണയാണ് നമ്മൾ കഴിക്കുന്ന അമിതമായി കഴിക്കുന്ന ഫാറ്റാണ് നമ്മുടെ ശരീരത്തിൽ ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ആവുക എന്നുള്ളത്. എന്നാൽ അല്ല, പ്രധാനമായും ഡെപ്പോസിറ്റ് ആവുന്നത് നിങ്ങൾ അമിതമായി കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. ഇനി ഏതൊക്കെ ഫുഡിലാണ് കാർബോഹൈഡ്രേറ്റ് ഉള്ളത്, ഏതൊക്കെ കഴിക്കുമ്പോഴാണ് വയർ കൂടുക എന്നുള്ളത് നമ്മൾ അടുത്ത സീരീസിൽ പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ കാരണങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാരണം അമിതമായ കാർബോഹൈഡ്രേറ്റിൻ്റെ ഉപയോഗം തന്നെയാണ്. രണ്ടാമത്തെ കാരണം പ്രധാനമായിട്ടും വരുന്നത് ഹോർമോണിലുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ്. അത് കൂടുതലും ഉണ്ടാകുന്നത് സ്ത്രീകളിലാണ്. കാര്യം സ്ത്രീകളിലാണ് ഒരുപാട് ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഫാറ്റ് ഡെപ്പോസിറ്റ് അമിതമാവാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ചും ആർത്തവവിരാമം സംഭവിച്ച സ്ത്രീകളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. ആർത്തവവിരാമം സംഭവിക്കുന്ന സ്ത്രീകളിൽ അവരുടെ ഫാറ്റ് അവരുടെ വയറിന് ചുറ്റും അടിഞ്ഞുകൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ തൈറോയിഡ് പോലെയുള്ള ഹോർമോണിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും നമ്മളെ കുടവയറിലേക്ക് നയിക്കുന്നതാണ്. മൂന്നാമത്തെ കാരണം ട്രാൻസ് ഫാറ്റിൻ്റെ ഉപയോഗമാണ്. അതായത് ഹൈഡ്രജനേറ്റഡ് വെജിറ്റബിൾ ഓയിൽസിൻ്റെ ഉപയോഗം നമ്മളെ കുടവയറിലേക്ക് നയിക്കുകയാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതലും ബേക്കറി ഫുഡ്സ് എന്നാണ് നമുക്കിത് കിട്ടുന്നത്. നമ്മൾ കഴിക്കുന്ന ബിസ്ക്കറ്റ് ആയിരുന്നാലും ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന മിക്ക ബേക്കറി ഐറ്റംസിലും ഈ സാധനം ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. സോ ട്രാൻസ് ഫാറ്റും നമ്മളെ കുടവയർ ഉണ്ടാകാനുള്ള കാരണങ്ങളിൽ ഒന്നാണ്. നാലാമത്തെ കാരണം നമുക്കുണ്ടാകുന്ന അമിതമായ സ്ട്രെസ്സാണ്. നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു സ്ട്രെസ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. ഇത് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് അടിഞ്ഞുകൂടാൻ ഒരു കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ ഉറക്കമില്ലായ്മയും നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് അടിഞ്ഞുകൂടി അതുമൂലം നമുക്ക് കുടവയർ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാകുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കൃത്യമായ, അതായത് ഒരു മിനിമം 7 മണിക്കൂറെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഉറക്കം നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് ഡെപ്പോസിറ്റ് വളരെയധികം കുറയ്ക്കുന്നുവെന്നും അതുമൂലം കുടവയർ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ലാതാക്കുന്നുവെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഉറക്കക്കുറവുള്ള ആളുകളിൽ കൃത്യമായി ഉറങ്ങുന്നവരെക്കാൾ ഒരു 10% നിങ്ങളുടെ കുടവയർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗട്ട് ബാക്ടീരിയാസ്. നിങ്ങളെല്ലാവരും ഗട്ട് ബാക്ടീരിയാസ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ കുടലിൽ, വൻകുടലിലും ചെറുകുടലിലും ഒക്കെ ഉണ്ടാകുന്ന ബാക്ടീരിയാസ് ആണ് ഗട്ട് ബാക്ടീരിയാസ്. ഇത് നമ്മുടെ ദഹന പ്രക്രിയയ്ക്കും ഒക്കെ ഒരുപാട് ഗുണമുള്ള ബാക്ടീരിയാസ് നമ്മുടെ ശരീരത്തിലുണ്ട്. ഗുണമുള്ള ബാക്ടീരിയാസും ദോഷമുള്ള ബാക്ടീരിയാസും ഉണ്ട്. അതിൽ ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസിൻ്റെ അഭാവം നമുക്ക്
കുടവേറുണ്ടാവാൻ കാരണമാകുന്നുണ്ട്. എങ്ങനെ ഈ ഹെൽത്തി ബാക്ടീരിയസിൻ്റെ എണ്ണം കൂട്ടാമെന്നൊക്കെ നമുക്ക് അടുത്ത വരും വീഡിയോകളിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ റീസൺ മാത്രമാണ് പറഞ്ഞു വന്നത്. സോ ഗട്ട് ബാക്ടീരിയസിൻ്റെ കുറവും നമുക്ക് കുടവേറുണ്ടാവാൻ കാരണമാകാറുണ്ട്. ഇനി അവസാനമായുള്ള ഒരു റീസണാണ്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ, അതാണ് വ്യായാമക്കുറവ്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ എല്ലാ റീസണിലും മൂലം നമുക്കുണ്ടാകുന്ന മിക്ക പ്രശ്നങ്ങളും നമുക്ക് ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്താൻ കൃത്യമായ വ്യായാമത്തിൽ കൂടി നമുക്ക് സാധിക്കുന്നതാണ്. ഈ മുകളിൽ പറഞ്ഞ എല്ലാ കുറേ ഇപ്പോൾ ഹോർമോണൽ പ്രോബ്ലംസ് പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് ചിലപ്പോൾ ചികിത്സിച്ച് മാറ്റാൻ പറ്റിയില്ല എന്ന് വരും, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കുറേ റീസൺസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ നമുക്ക് ബാലൻസ് ചെയ്ത് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്നത് 2 കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഒരെണ്ണം നമ്മുടെ ഡയറ്റും നമ്മുടെ വ്യായാമവും. അപ്പോൾ നിങ്ങൾ കൃത്യമായ ആഹാരം കഴിക്കുക, നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുക, നല്ല കൃത്യസമയങ്ങളിൽ ഉറങ്ങുക, അധികം സ്ട്രെസ്സ് ഇല്ലാതെ ജീവിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ വ്യായാമം നിങ്ങൾ കൃത്യമായി ചെയ്യുകയും ചെയ്യുക. വ്യായാമം എന്ന് പറയുമ്പോൾ വെയിറ്റ് ട്രെയിൻ തന്നെ മാക്സിമം ചെയ്യാനായിട്ട് നോക്കുക. ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന കുടവേർ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഭാവിയിൽ കുടവേർ വരാനുള്ള സാധ്യത നമുക്ക് ഇല്ലാതാക്കാനും സാധിക്കും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് നേരുന്നു. നമ്മൾ കുടവേർ സീരീസിൽ ഇനി വരുന്ന വീഡിയോസിൽ ഏതൊക്കെ ഫുഡ് കഴിച്ചാലാണ് നമുക്ക് കുടവേർ ഉണ്ടാകുന്നത്, കുടവേർ ഇല്ലാതാകാനായിട്ട് ഏതൊക്കെ ഫുഡ് കഴിക്കണം എന്നുള്ള കാര്യങ്ങളും വയറിന് വേണ്ട എക്സസൈസും എല്ലാം നമ്മൾ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. സോ എൻ്റെ വീഡിയോസ് മിസ്സാവാതെ കാണുവാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതിനുവേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുവരേക്കും രാജേഷ് കെ മോഹൻ സൈനിങ് ഓഫ്.